2026 മെയ് 6 ബുധനാഴ്ച ഇന്നിപ്പോ ദുബായ് മറീനയിൽ രാവിലെ ഒരു കെട്ടിടത്തിനടുത്ത് അഗ്നിബാധ ഉണ്ടായ കാര്യമാണ് ആദ്യം പറയാനുള്ളത്. നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. ഉടൻ തന്നെ ഫയർ ഫൈറ്റേഴ്സ് അവിടെ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മേഖലയിൽ നിന്ന് വലിയ രീതിയിലുള്ള പുക ഉയരുന്നതും സൈറണുകളൊക്കെ കേൾക്കുന്നതും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും ഫയർ ഫൈറ്റേഴ്സ് സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദുബായ് മീഡിയ ഓഫീസിന്റെ വിശദീകരണത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇതിനിടെ UAE-ക്കെതിരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങൾ മുഴുവനും രംഗത്ത് വന്നിരിക്കുന്നതാണ് നമുക്ക് നൽകാനുള്ള പുതിയ അപ്ഡേറ്റ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ UAE-ക്ക് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ, അമേരിക്ക, ഫ്രാൻസ്, ജോർഡൻ, ഈജിപ്റ്റ്, GCC രാജ്യങ്ങൾ മുഴുവനും, പ്രത്യേകിച്ച് സൗദി അറേബ്യ അടക്കമുള്ള GCC രാജ്യങ്ങൾ എന്നുവേണ്ട വിവിധ ലോകരാജ്യങ്ങൾ UAE-ക്കെതിരായ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ മിസൈൽ ആക്രമണങ്ങൾ UAE-ക്ക് നേരെ തങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് ഇറാനിയൻ സൈനിക വക്താക്കൾ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വിശദീകരണം നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോ ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫഖാരിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിലാണ് UAE-ക്ക് നേരെ ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് മിസൈൽ ആക്രമണം വന്നിട്ടില്ല എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടെ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുഗമമായി വഴിയൊരുക്കാൻ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡം അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായിട്ടുള്ള US പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റും ഈ ഒരു സമയത്ത് പറയാനുള്ളതാണ്. US പ്രസിഡന്റ് പറയുന്നത് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളിൽ ചില പുരോഗതിയുണ്ട്, പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇത്തരത്തിലുള്ള ഡീലുകൾ നടക്കുന്നുണ്ട്, ഇടപാടുകൾ നടക്കുന്നുണ്ട്, അതിൽ പുരോഗതി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡം എന്ന് പറഞ്ഞുള്ള സംഭവം നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനിടെ അമേരിക്കയുടെ ഒരു സൈനിക വിമാനം പേർഷ്യൻ ഗൾഫിന് മുകളിൽ വെച്ച് കാണാതായി, അപ്രത്യക്ഷമായി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനമാണ് കാണാതായതെന്നാണ് പറയുന്നത്. ഖത്തറിന് മുകളിൽ വെച്ചാണ് വിമാനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടപ്പെട്ടതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മേഖല വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ നിരവധി ചെറു ബോട്ടുകളും കാര്യങ്ങളും തകർത്തതായി അമേരിക്കൻ സൈന്യം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഈ ഇറാൻ ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയൊരു മാപ്പ് തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ്. തങ്ങൾ നിശ്ചയിച്ച പാതയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് മാത്രമേ സുരക്ഷയുണ്ടാവുകയുള്ളൂ, ആ പാത ലംഘിച്ചു പോകുന്ന കപ്പലുകൾ ആക്രമിക്കും എന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹോർമൂസിനെ വെച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന നടപടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് ഇറാന് നല്ലത്. ലോകത്തെ മുഴുവനും ബന്ദികളാക്കുന്നതിന് തുല്യമാണ് ഇറാന്റെ നടപടിയെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ് മീറ്റിലെ വാചകങ്ങളും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇറാനെ ശക്തമായ പാഠം അമേരിക്ക പഠിപ്പിക്കും, ഇറാൻ കീഴടങ്ങുക തന്നെ ചെയ്യും, സമാധാന നീക്കങ്ങളിലേക്ക് ഇറാൻ ഇറങ്ങി വരും എന്ന് തന്നെയാണ് മാർക്കോ റൂബിയോ പറയുന്നത്. എന്തായാലും കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തിയുടെ അന്തരീക്ഷം ഉരുത്തിരിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ആകാംക്ഷയോടെ പ്രവാസികൾ അടക്കമുള്ളവരിപ്പോൾ ഉറ്റുനോക്കുന്നത്.